എല്ലാം പറഞ്ഞല്ലോ. എന്താ പറയേണ്ടത്? ഗോവിന്ദ മാഷായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞില്ല. പാർട്ടിക്ക് അതീതമായ ബന്ധമാണ് എനിക്ക്. എൻ്റെ മൂത്ത മോൻ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് കാലം മാഷ മരുമോൻ്റെ കൂടെ ഡൽഹിയിലായിരുന്നു. അങ്ങനെ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെ സ്നേഹത്തോടെ നോക്കിയ ഒരാളെപ്പോലും ഞാൻ ജീവിതത്തിൽ മറക്കില്ല. അത് ആരായാലും. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. വ്യക്തിപരമായി എന്നെ സ്നേഹത്തോടെ ഒന്ന് നോക്കി എന്നെ ഒന്നിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ മറക്കില്ല. അത് പാർട്ടി ആയാലും ഏത് മനുഷ്യനായാലും ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ രാഷ്ട്രീയം ഒന്നും കാണില്ല. ഗോവിന്ദനും വർഗവഞ്ചകൻ എന്നൊക്കെയാണല്ലോ ഒക്കെ എനിക്ക് വിളിക്കാൻ പറ്റില്ല. അതെനിക്കറിയാം. അതെൻ്റെ സബ്ജക്റ്റേ അല്ല. ഞാൻ പറയുന്നത് ഗോവിന്ദേട്ടനും കുടുംബമായിട്ട് എനിക്കും എൻ്റെ കുട്ടികൾക്കുള്ള ബന്ധമാണ്. അതിൽ ഞാൻ രാഷ്ട്രീയം ഒന്നും കലർത്തുന്നില്ല. വർഗവഞ്ചകനോ അങ്ങനെ ഒന്നും ഞാൻ വിളിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. ആരൊക്കെ ഞങ്ങളോട് സ്നേഹത്തോടെ എൻ്റെ വീട്ടിൽ കയറി വരുന്നു അവരെയൊക്കെ ഞാൻ സ്നേഹത്തോടെ തന്നെ ചേർത്ത് കൊടുക്കും. എന്നോട് സ്നേഹമുണ്ട്, എൻ്റെ ഭർത്താവിനോട് സ്നേഹമുണ്ട്. കോടിയേരി എന്ന നേതാവിനോടുള്ള സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ കോടിയേരി എന്ന മനുഷ്യനോടുള്ള സ്നേഹമായിരിക്കാം. അതൊന്നും ഇല്ലയെന്ന് പറയേണ്ട. അതിന് വേറെ മാനങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. രാഷ്ട്രീയ മാനങ്ങളൊന്നും ഈ ഒന്നും ഞാൻ കാണുന്നില്ല. വ്യക്തിപരമായിട്ടാണ് ഗോവിന്ദേട്ടനും രമണിയേച്ചിയും വന്നിരിക്കുന്നത്, അവരെ കുട്ടികൾ വന്നിരിക്കുന്നത്, അവരെ കുടുംബമായിട്ടുള്ള. ഇതെല്ലാവർക്കും അറിയില്ലായിരിക്കാം, പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ല. ഒന്നും ഞാൻ മറക്കില്ല ഒരു കാലത്ത്. ആരെന്നാ ഞാൻ പറയില്ല, ഒന്നും തരണ്ട എനിക്ക്. എന്നെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയ ആളെ ഞാൻ മറക്കില്ല. അത്രയും എനിക്ക് പറയാം. അതെ, തീർച്ചയായിട്ടും അതെ. ഒന്നും കൂടുതലായിട്ട് പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് ടി കെ ഗോവിന്ദൻ്റെ ഭാര്യയും ടി കെ ഗോവിന്ദനും അതുപോലെ തന്നെ വിനോദിനി കോടിയേരിയും ഒക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഇവിടെയുള്ള പ്രതിമയ്ക്ക് മുന്നിൽ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവർ ഇവിടെ നിന്ന് മടങ്ങും എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. കോടിയേരിയുടെ മ്യൂസിയത്തിൽ നേരത്തെ ടി കെ ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കെ പി രമണിയും സന്ദർശനം നടത്തി. അവിടെ കോടിയേരിയുടെ ചിത്രങ്ങൾക്ക് ഇടയിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ കോടിയേരിയുടെ വീടിന് സമീപത്ത് തന്നെ കുടുംബത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള കോടിയേരിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ഇപ്പോൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. തികച്ചും വ്യക്തിപരമായി കോടിയേരിയുടെ വീട്ടിലേക്ക് വരാൻ ആർക്കും രാഷ്ട്രീയപരമായി ഉള്ള പരിഗണന ആവശ്യമില്ല. സ്നേഹമുള്ള കോടിയേരിയുമായി ബന്ധമുള്ള ആർക്കും കോടിയേരിയുടെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഇതിന് മറ്റ് രാഷ്ട്രീയ മാനങ്ങളില്ല. വർഗവഞ്ചകനെന്ന് CPM നേതാക്കൾ ടി കെ ഗോവിന്ദനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും ഞാൻ അങ്ങനെ പറയില്ല എന്നാണ് ഇപ്പോൾ വിനോദിനി കോടിയേരി വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ വളരെ അടുത്ത് ബന്ധം സൂക്ഷിക്കുന്ന രണ്ട് കുടുംബങ്ങളാണ് ടി കെ ഗോവിന്ദൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും കുടുംബങ്ങൾ എന്നുള്ളതാണ് വിനോദിനി കോടിയേരിയുടെ പ്രതികരണത്തിലും മനസ്സിലാക്കേണ്ടത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വളരെ വൈകാരികമായ അടുപ്പം കോടിയേരിയുമായി ടി കെ ഗോവിന്ദനുണ്ട്. ടി കെ ഗോവിന്ദന്റെ ഭാര്യ കെ പി രമണിക്കുണ്ട്. ഇന്നലെ ഒരു വീഡിയോ നമ്മൾ കണ്ടു കെ പി രമണിയുടെ. വളരെ വൈകാരികമായുള്ളൊരു വീഡിയോ ആണ് അത്. കോടിയേരി ബാലകൃഷ്ണനുമായുള്ള അവരുടെ ബന്ധം, ഒരു സഹോദരിയെ പോലെ സ്നേഹിച്ച കോടിയേരി ബാലകൃഷ്ണനെ, പാർട്ടിയെ നയിച്ച നേതാവിനെ ടി കെ ഗോവിന്ദനോ കുഞ്ഞികൃഷ്ണനോ ജി സുധാകരനോ ഒന്നും ഈ നിലയിൽ ചിന്തിക്കേണ്ടി വരില്ലായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ വൈകാരികമായി പ്രതികരിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. അർജുൻ കല്യാൺ. തീർച്ചയായിട്ടും അത്രയും വൈകാരികമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇപ്പോൾ തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ ഇപ്പോൾ ടി കെ ഗോവിന്ദൻ എത്തിയതോടുകൂടി തന്നെ നടന്നിരിക്കുന്നത്. ടി കെ ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കെ പി രമണിയും അവർ രണ്ടുപേരും കോടിയേരി ബാലകൃഷ്ണനുമായി അടുത്ത് ബന്ധം സൂക്ഷിച്ച രണ്ടുപേർ കൂടിയാണ്. വളരെ വ്യക്തിപരമായി പോലും അത് രാഷ്ട്രീയപരമായ കൂടിക്കാഴ്ചയ്ക്കോ ബന്ധത്തിനുമൊക്കെ അപ്പുറത്തേക്ക് വളരെ അടുത്ത വ്യക്തിബന്ധം സൂക്ഷിച്ച രണ്ട് ആളുകൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച മാത്രമാണ്. ഇതിന് മറ്റ് രാഷ്ട്രീയ മാനങ്ങൾ കാണേണ്ടതില്ല. കോടിയേരി ബാലകൃഷ്ണൻ അത്രയും അടുത്ത് ബന്ധമുള്ള ഒരാളായതുകൊണ്ടാണ് ഇവിടത്തേക്ക് എത്തിയത്, തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തന്നെ ഇവിടത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് ടി കെ ഗോവിന്ദൻ പ്രതികരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ടി കെ ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തി. ഈ പാർട്ടി CPM വിട്ട് പുറത്തേക്ക് വരാനുള്ള തീരുമാനമെടുക്കുന്ന പത്രസമ്മേളനത്തിൽ തന്നെ ടി കെ ഗോവിന്ദൻ വ്യക്തമാക്കിയതാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ CPM-ൽ നിന്നും തനിക്ക് പുറത്തേക്ക് വരേണ്ട ഒരവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളതാണ് ടി കെ ഗോവിന്ദൻ ആ ഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നത്. സ്വാഭാവികമായും അത് വളരെയധികം ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിയുണ്ടായി വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കോടിയേരിയെ ഓർക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അത്രയും മികച്ച സംഘടനാ നേതൃത്വ പാഠവമുള്ള ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ, ഇങ്ങനെയൊരു തോൽവി CPM-ന് സംഭവിക്കില്ലായിരുന്നു എന്നുള്ള പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വളരെ ശക്തമായി നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ടി കെ ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കെ പി രമണിയും കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അതിൽ തന്നെ വിനോദിനി കോടിയേരി നടത്തിയിട്ടുള്ള
എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവന, അത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടുന്ന, അല്ലെങ്കിൽ വളരെയധികം CPM നേതാക്കളെ അല്ലെങ്കിൽ അവരെ ഉൾപ്പെടെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. വർഗവഞ്ചകൻ എന്ന് ടി കെ ഗോവിന്ദനെ വിളിക്കില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ തളിപ്പറമ്പിൽ പൊതുയോഗം നടത്തി, അല്ലെങ്കിൽ അവിടെ പി കെ ശ്യാമളയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി എത്തിയപ്പോൾ വർഗവഞ്ചകൻ എന്നാണ് ടി കെ ഗോവിന്ദനെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ ആ പ്രതികരണം കോടിയേരി ബാലകൃഷ്ണൻ്റെ സഹധർമ്മിണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ പറയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിനോദിനി കോടിയേരി വ്യക്തമാക്കിയത്. അത്തരത്തിൽ ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമായ, അല്ലെങ്കിൽ തുടർന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കൂടിക്കാഴ്ചയായി തന്നെ മാറുകയാണ്. ടി കെ ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ കോടിയേരിയിലുള്ള വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിൽ തൊട്ട് താഴെ കുടുംബം സജ്ജമാക്കിയിട്ടുള്ള ഒരു പ്രതിമ, ആ പ്രതിമയ്ക്ക് പുഷ്പാർച്ചന നടത്തുന്നു. വളരെ വൈകാരികമായി KP രമണി കോടിയേരി ബാലകൃഷ്ണൻ്റെ ആ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുമ്പോൾ കണ്ണ് നിറഞ്ഞ് വിതുമ്പുന്ന കാഴ്ച പോലും കണ്ടു. തൊട്ടടുത്ത് നിന്ന് വിനോദിനി കോടിയേരിക്കും ആ ഘട്ടത്തിൽ കണ്ണ് നിറയുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അത്തരത്തിൽ വളരെ വൈകാരികമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ തലശ്ശേരിയിലെ കോടിയേരി ബാലകൃഷ്ണൻ്റെ കോടിയേരിയിലെ വീട്ടിൽ നടന്നിരിക്കുന്നത്. ടി കെ ഗോവിന്ദൻ UDFൻ്റെ പിന്തുണയോടുകൂടി തളിപ്പറമ്പിൽ മത്സരിക്കുകയും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരികയും പിന്നീട് UDFൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുകയും അവിടെ 12,000 ചില്ലാനും വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകുന്നത്. ടി കെ ഗോവിന്ദനും ഭാര്യയും ഇപ്പോഴിതാ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനുമായി സംസാരിച്ചതിന് ശേഷം വളരെ വൈകാരികമായാണ് ടി കെ ഗോവിന്ദന്റെയും KP രമണിയുടെയും അതുപോലെ വിനോദിനി ബാലകൃഷ്ണന്റെയും ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടത്. കോടിയേരി ബാലകൃഷ്ണനുമായി വർഷങ്ങളായുള്ള അടുപ്പം, ഏറെ നാളായുള്ള ഒരുമിച്ച് പ്രവർത്തിച്ച സാഹചര്യം, ഇതൊക്കെ അവർ ഓർത്തെടുക്കുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ, കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയിലേക്ക് നിലവിൽ ഈ നിലപാട് ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരില്ലായിരുന്നു എന്നുകൂടി ടി കെ ഗോവിന്ദൻ അടക്കം വ്യക്തമാക്കുന്നുണ്ട്. സജീഷ് കൂടി നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. സജീഷ്, ഈ കണ്ണൂരിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങൾ അത്രയും പ്രധാനപ്പെട്ടതാണ്. നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചോദ്യം, അത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാകുന്നു. കെ സജി.